1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളതുണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പേഴ്സണലി ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. എന്താ പറയണേ, പെട്ടെന്ന് ഒരു കയറ്റായിരുന്നു അങ്ങോട്ട്. അതിലിപ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ വ്യൂസ് 1 മില്യൺ ആവാറായിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ആകെ 39 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര സന്തോഷത്തിലാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. 2 ദിവസമായിട്ട് തന്നെ എനിക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ഇങ്ങനെ 1K ആവോ ഇന്നാവോ നാളെ ആവോ അങ്ങനെയൊക്കെയുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ നമുക്ക്. അതിലായിരുന്നു സത്യം പറഞ്ഞാൽ. ഇന്നലെ രാത്രിയാണ് എനിക്ക് 1K ആവുന്നത്. ഇപ്പോൾ 1K പ്ലസ് ഉണ്ട് സബ്സ്ക്രൈബേഴ്സ്. ഇന്നലെ രാത്രിയാണ് എനിക്ക് 1K ആവുന്നത്. അപ്പോൾ 999 ആയപ്പോൾ തന്നെ ഇങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. റീഫ്രഷ് ആവുന്നില്ല. 1K ആവും. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ 1K. എൻ്റെ ചേച്ചി ദുബായിലാണ്. അപ്പം ചേച്ചി ദുബായിലത്തെ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം, 999 ആയി, എന്താ 1K ആവാത്ത? ഞാൻ ഇങ്ങനെ അമ്മോട് പറയാം, അമ്മ 1K ആവുന്നില്ല. അപ്പം അമ്മയുടെ വെയിറ്റ് ചെയ്യുക, ആവും. അങ്ങനെ റീഫ്രഷ് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇങ്ങനെ 1000 എന്ന് കാണിക്കുക, ഇങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കാണിച്ചപ്പോഴാണ് ഫൈനലി സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, സ്വപ്നമാണോ. കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആവും, ഇല്ലാന്നുണ്ടെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവും എന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് യൂട്യൂബിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അതേപോലെ 4000 വാച്ച് അവേഴ്സ് വേണം എന്നുള്ള സംഭവങ്ങളൊക്കെ. അപ്പം അതൊക്കെ നമുക്കറിയാം. അപ്പം ഈ 4000 വാച്ച് അവേഴ്സ്, 1000 സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പം ഞാനിത് ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല ഇതൊക്കെ. ഞാനിങ്ങനൊരു സംഭവം തുടങ്ങുമ്പോൾ എനിക്ക് ഇതൊക്കെ കിട്ടും എന്നുള്ളത്. എനിക്കിപ്പോഴും 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. അത് നമ്മൾ കുറേ ടൈം എടുക്കും ആവാൻ വേണ്ടിയിട്ട്. എന്നാലും ഇത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു നമ്മുടെ ക്രൈറ്റീരിയാസിലൊരു ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതൊട്ടും ചെറിയ കാര്യമല്ല. അപ്പം എൻ്റെ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഹെൽപ്പ് ചെയ്തത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രയും പെട്ടെന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഒരിക്കലും ആവില്ലായിരുന്നു. അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ ഒരു സ്നേഹം എൻ്റെ കൂടെ എൻ്റെ ജേർണിയിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും പുതിയ വീഡിയോസ് ഇടാൻ സത്യം പറഞ്ഞാൽ എനിക്കിതൊരു പ്രചോദനം തന്നെയാണ്. എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരും എന്നുവെച്ചാൽ ചിലർ വീഡിയോ കാണും, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ ലൈക്ക് അടിക്കണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആ വീഡിയോ എടുത്ത് കാണണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇടുന്നു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ്, വ്യൂവേഴ്സിൻ്റെ കയ്യിലാണ്, സബ്സ്ക്രൈബേഴ്സിൻ്റെ കയ്യിലാണ്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളെ ഓരോരുത്തരോടും നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോഴായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും സ്നേഹമൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ചില കമൻസ് ഒക്കെ വായിക്കുമ്പോൾ സത്യം പറഞ്ഞെങ്കിൽ നമുക്കിങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ സ്വന്തക്കാരോ പറയുന്ന ഒരു ഫീലിങ്ങോ ആരും അല്ലായിരിക്കും, നമുക്ക് പരിചയമില്ലാത്ത ആരോ ഒരാൾ, പക്ഷെ നല്ല കമൻസ് ഒക്കെ വരുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പേഴ്സണലി. അപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ യൂട്യൂബ് ജേർണി ഞാൻ പറഞ്ഞത് ഭയങ്കര കോമഡിയാണ്. ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടണം, ഭയങ്കര വ്യൂസ് വരണം, എന്താ പറയുന്നത്, ട്രെൻഡിങ്ങിൽ പോകണം, വൈറലാവണം, ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ച് എല്ലാവരും തുടങ്ങുന്ന പോലെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട്, ഞാൻ തമാശ കളിക്ക് തുടങ്ങിയ ആളൊന്നുമില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ദുബായിൽ നിന്നാണ്. ഈ സംഭവം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊരു ജാനുവരി പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. അപ്പം ഞാനൊരു 3 മന്ത്സോളം ഞാൻ ദുബായിലുണ്ടായിരുന്നു. ഞാൻ ദുബായിൽ എത്തിയ ഒരു 1 മന്തിന് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കാൻ ജോലി നോക്കാൻ വേണ്ടി പോയതാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ കുറേ നേരം നമുക്ക് ഫ്രീ അവേഴ്സ് കിട്ടും, നമ്മൾ വെറുതെ ഇരിക്കുന്ന കുറേ ടൈം വരും. അപ്പം നമ്മൾ എന്താണ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യാം, വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് പൂപ്പൽ പിടിച്ച് പോകണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ നല്ലതാവണം എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ.
അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങനെ കുറേ വീഡിയോസൊക്കെ ചെയ്തു. ഷോർട്സാണ് മെയിനായിട്ട് ചെയ്തത് കേട്ടോ. ഒറ്റൊരു ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളൂ. ദുബായ് അബുദാബി ടെമ്പിളിൽ പോയത്. അത് വലിയ വ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അത് ഞാൻ വെറുതെ ഒരു വീഡിയോ ചുമ്മാ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടതാണ്. മെയിനായിട്ട് ഞാൻ ഷോർട്സ് ആയിരുന്നു ദുബായിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഓൺ വോയിസ് ആയിട്ടും അങ്ങനെയൊക്കെ ഞാൻ ഡാൻസും ഡബ് സ്മാഷൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. ദുബായിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒറ്റൊരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞു, വീട്ടിലും എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എന്തൊക്കെ നിർത്തിയാലും യൂട്യൂബ് ചാനൽ ഒരിക്കലും നിർത്തില്ല. ഞാൻ വീഡിയോ ഇടുന്നത് കണ്ടിന്യൂ ചെയ്യും. ഈ സംഭവം ഞാൻ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകും. നമുക്ക് നോക്കാമല്ലോ എത്രത്തോളം നമുക്ക് ഇതിന് എന്തെങ്കിലും ആവാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആൾ കളിച്ചിട്ടൊക്കെയാണ് ഞാൻ സത്യം പറയാൻ നാട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു. നമുക്കറിയാലോ, നമുക്ക് നമ്മുടെ അമ്മേനെ കണ്ട നമ്മൾ ഈ ഇരിപ്പങ്ങിരിക്കും, അല്ലെങ്കിൽ ആ കിടപ്പങ്ങ് കിടക്കും. നമ്മൾ അവിടെ നിന്ന് അങ്ങ് എണീറ്റൊരു കാര്യം ചെയ്യുക. ഈവൻ ഈ വീഡിയോ എടുക്കാന്ന് പറയുന്നത് ഈ വീട്ടിലമ്മ ചെയ്യുന്ന പോലെ അടിച്ചു വാരുക, കുക്ക് ചെയ്യുക എന്നുള്ള അത്ര വലിയ പണിയൊന്നുമല്ല എന്ന് എനിക്കറിയാം. എന്നാലും ഇത് ചെയ്യാനും നമ്മൾ കിടക്കാനും നമ്മൾ എണീക്കണമല്ലോ. അതിന് പോലും എനിക്ക് വയ്യായിരുന്നു. മടി എന്നൊക്കെ പറഞ്ഞാൽ മടിച്ചിക്കോതയുടെ അങ്ങേ അറ്റായിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയായാലും ചേച്ചി ദുബായിൽ ചേച്ചിയും ചേട്ടനോട് എപ്പോഴും ചോദിക്കുക, എന്താ വീഡിയോ ഇടാത്ത, ഇട് നിർത്തല്ലേ. അതേപോലെ തന്നെ പറഞ്ഞ പോലെ കുറേ ഫ്രണ്ട്സ് കേട്ടോ, കുറേ ഫ്രണ്ട്സ് ഫാമിലി അവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താ വീഡിയോ ഇടാത്ത മാളു, എന്തിനാ നിർത്തിയത്, വീഡിയോ ചെയ്യും മോളെ, വീഡിയോ നന്നായിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്യും. അപ്പോഴൊന്നും എനിക്ക് എൻ്റെ ഈ മണ്ടയിൽ കയറുന്നുണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിർത്തി, ഞാൻ നിർത്തി, എനിക്ക് മതിയായി, എനിക്ക് അമ്മേനെ കണ്ടപ്പോൾ മടിയായി, എനിക്ക് വീട്ടിൽ വെറുതെ ഇരിക്കാൻ ഇഷ്ടം, ഞാൻ കുറച്ചാണ് വെറുതെ ഇരിക്കട്ടെ, ഭയങ്കര എന്താ പറയുക ക്ഷീണം, എന്തൊക്കെയോ വയ്യാത്തൊരു കുട്ടിയുടെ പോലെ ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പക്ഷെ കുറേ പേരുടെ മെസ്സേജ് ഇങ്ങനെ വരാൻ, ഞാൻ പറഞ്ഞില്ല, കുറേ ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്കൊരു ബോധോദയം പോലെ വന്നതാണ്, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ. കാരണം കുറേ പേരെന്നോട് ചോദിക്കണു. അപ്പം എനിക്ക് തോന്നി കുറേ പേരുടെ വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, കുറേ പേർക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പം അതെനിക്കൊരു മോട്ടിവേഷനായിട്ട് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ പിന്നെയും നാട്ടിൽ വന്ന് ഒരു മാസത്തോളം ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ടായിരുന്നില്ല. അത് അങ്ങനെ സ്റ്റക്കായി അവിടെ നിൽക്കുമായിരുന്നു. എനിക്ക് തോന്നി 246 സബ്സ്ക്രൈബേഴ്സോ അങ്ങനെ എന്തോ ആണ് ഞാൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ വെറുതെ സ്റ്റാർട്ട് ചെയ്തതാണ്, ഞാനൊരു തമാശക്കളിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. സീരിയസ് ആയിട്ട് ദുബായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ ആൾ കളിച്ചപ്പോൾ എന്നുവെച്ചാൽ അതങ്ങനെ പോയി. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഞാൻ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ വെറുതെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം, എല്ലാവരും പറയുന്നതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വെറുതെ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ 1 മാസത്തിന് ശേഷം കേട്ടോ, നാട്ടിൽ വന്ന് 1 മാസത്തിന് ശേഷം. അപ്പം അങ്ങനെ ചെയ്തു. ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഡബ് സ്മാഷ് അങ്ങനെ എന്തൊക്കെയോ ഇട്ടു. അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ ഇവിടെ അച്ഛനമ്മയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കണ്ടന്റിന് സത്യം പറഞ്ഞാൽ ക്ഷാമമൊന്നുമില്ല. എൻ്റെ അച്ഛനമ്മയ്ക്ക് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അച്ഛൻ്റെ അമ്മയുണ്ട് ഇവിടെ, അമ്മമ്മ. അപ്പം എല്ലാവരും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു കുഞ്ഞ് പട്ടിക്കുട്ടിയുണ്ട്, ഷിറ്റ്സു. അപ്പം എല്ലാവരെയും വെച്ച് വീഡിയോ നമുക്ക് കണ്ടന്റ് കിട്ടും. അപ്പം എന്തായാലും അമ്മയുടെ കുറച്ച് കുക്കിംഗ് വ്ളോഗ്സോ അങ്ങനെയൊക്കെ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അച്ഛൻ്റെ എന്തെങ്കിലും പാട്ടോ ഡാൻസ്, അച്ഛനൊക്കെ അതിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാനൊരു ദിവസം വെറുതെ അമ്മയുടെ കൂടെ അടുക്കളയിൽ അമ്മേനെ സഹായിച്ചുകൊണ്ടൊക്കെ നിന്നത്. അപ്പം ഞാൻ അമ്മോട് ഇങ്ങനെ ചോദിച്ചു, അമ്മ ഒരു കാര്യം ചെയ്താൽ നമുക്കൊരു ഡാൻസ് കളിച്ചിട്ടാലോ. അപ്പം അമ്മ പറഞ്ഞു, അതിനെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നമുക്ക് 2 ആൾക്കും കൂടി ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മയും കൂടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും കൂടി കളിക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അപ്പം ഇങ്ങനെ വെറുതെ ഒരു കാര്യം ചെയ്യാം, അച്ഛനോടൊന്ന് ചോദിച്ചാലോ, അച്ഛനും കൂടി കളിക്കുമോ ഞങ്ങളുടെ കൂടെ എന്ന് അച്ഛനോട് ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനും ഓക്കെ ശരി എന്നാ ബാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മറ്റേ തുടരും സിനിമയിലെ ശാന്തമീ രാത്രി, അതാണ് ഞങ്ങൾ ഷോർട്സ് ആയിട്ട് എടുക്കുന്നത്. അതിട്ട് എന്താ പറയണേ, പെട്ടെന്നൊരു കയറ്റായിരുന്നു അങ്ങോട്ട്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് വ്യൂസ് 1 മില്യൺ ആവാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 8 lakhs ഒക്കെ കഴിഞ്ഞു, 9 lakh വ്യൂസ് അതിനായിട്ടുണ്ട്. അതിന് ഇഷ്ടം പോലെ കമൻസ്, ലൈക്സ്, സബ്സ്ക്രൈബേഴ്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 246 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇപ്പോഴാണ് എനിക്ക് 1K+ സബ്സ്ക്രൈബേഴ്സ് അയക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒറ്റൊരു വീഡിയോ കൊണ്ടാണ് കേട്ടോ. നമ്മൾ പറയില്ലേ, എല്ലാവരും പറയും ഒരു വീഡിയോ മതി നമുക്ക് എല്ലാം മാറി മറിയാൻ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ എനിക്ക് എൻ്റെ അച്ഛനമ്മയുടെ കൂടെ കളിച്ച ഡാൻസ് ആയിരുന്നു. ഭയങ്കരമായിട്ട് കുറേ പേർക്ക് അത് ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ അച്ഛനമ്മോടാണ് കേട്ടോ എനിക്ക് താങ്ക് യു എന്ന് വെച്ചാൽ താങ്ക്സ് പറയാനുള്ളത് അവരോടാണ്. കാരണം അവർ വന്നില്ല എൻ്റെ കൂടെ, അതിന് എന്ന് വെച്ചാൽ സപ്പോർട്ടില്ലാത്തൊരു പാരൻസാണ്, ഞങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കി വിട്ടു എന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനൊരു വീഡിയോയും വരില്ലായിരുന്നു, എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും വരില്ലായിരുന്നു, വ്യൂസും വരില്ലായിരുന്നു, ഒന്നും വരില്ലായിരുന്നു. പിന്നെ ഒരു എക്സൈറ്റിംഗ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ യൂട്യൂബ് ചാനൽ ആകെ 39 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ.
ഈ 39 വീഡിയോസ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് 1K+ സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളതാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ 100 വീഡിയോ 500 വീഡിയോ ഒക്കെ ആവുമ്പോഴാണ് എനിക്കൊന്ന് 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് ആവുക എന്നാണ് സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ അങ്ങ് കയറി അങ്ങ് പോവായിരുന്നു. അതാ ഞാൻ പറയാം, ഞങ്ങളിങ്ങനെ ഈ 246 ഒറ്റ വീഡിയോ കൊണ്ട് 1K+ ആവാന്ന് പറഞ്ഞാൽ എനിക്കത് ഒട്ടും ചെറിയ കാര്യമില്ല. ഇപ്പം ചിലപ്പോൾ വീഡിയോ കാണുന്ന കുറേ നെഗറ്റീവ് വോളികൾ ഉണ്ടാവുമല്ലോ, നെഗറ്റീവ് ടീംസ് ഒക്കെ ഉണ്ടാവും, എനിക്കറിയാം. അവർ ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കില്ല, ഇപ്പോൾ കമൻസ് ഒക്കെ വരും, പിന്നെ ഒരു 1K ആയതിനാണോ നീ ഇത്രയും കടന്ന് ചാടുന്നത്, അല്ലെങ്കിൽ ഇത്രയും കടന്ന് എക്സൈറ്റഡ് ആവുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷെ വിചാരിക്കുന്നവർക്ക് എന്തും വിചാരിക്കാം. എനിക്കിത് വലിയ കാര്യം തന്നെയാണ്. എനിക്ക് എൻ്റെ അച്ഛനമ്മയ്ക്ക് ചേച്ചിക്കെന്നൊക്കെ പറഞ്ഞത് ഭയങ്കര സന്തോഷം കരുന്ന കാര്യം തന്നെയാണ്. എന്തോ ഒരു വലിയ സംഭവം അച്ചീവ് ചെയ്ത പോലെ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് സൈൻ കിട്ടുക എന്ന് പറയുന്നത് അതെല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾക്കും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. എന്തായാലും എനിക്കറിയാവുന്ന കുറച്ച് യൂട്യൂബ് ടിപ്സ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത് നോക്കിയ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്കും ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കും ഒക്കെ എന്തെങ്കിലും അതൊരു ഉപകാരം ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് നോക്കിയപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഉപകാരം ഉണ്ടായി എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതൊരു വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം കേട്ടോ. അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. നന്ദിയുണ്ട് എല്ലാവർക്കും, ഒരുപാട് നന്ദിയുണ്ട്. എത്ര നന്ദി പറയാൻ എനിക്ക് മതിയാവില്ല. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഞാൻ ഇനിയും എക്സ്പെക്ട് ചെയ്യാണ്. നല്ല നല്ല വീഡിയോസ് ആയിട്ട്. ഇപ്പം കുറേ പേര് പറഞ്ഞു അച്ഛനമ്മയുടെയും കൂടി ഡാൻസ് ഒക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഉണ്ടാവും, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അമ്മൂമ്മേനെയും കൂടി ആഡ് ചെയ്തിട്ടൊക്കെ ഡാൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക, എല്ലാവരും വീഡിയോ കാണുക. ഈ വീഡിയോ എല്ലാവരും കാണുക പ്ലീസ്, എല്ലാവരും വീഡിയോ കാണണം. സബ്സ്ക്രൈബ് ചെയ്തൊരു പോക്കങ്ങ് പോകരുത്. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസും പറഞ്ഞോളൂ കേട്ടോ. ദയവ് ഇത് എന്താ പറയുക, തെറി വിളിച്ചിട്ടുള്ള കമൻസ് ഒന്നും ഇടരുത്. 1-2 കമൻറ്റൊക്കെ ഞാൻ കണ്ടായിരുന്നു, റിപ്പോർട്ട് അടിച്ചതൊന്ന് വിട്ടതാണ്. അച്ഛനമ്മേനൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര പേഴ്സണലി നമുക്കത് ഭയങ്കര ഹേർട്ടാവും. എന്നെ പറഞ്ഞാലും എനിക്കത് അത്ര 2 ചീത്ത അങ്ങോട്ട് തിരിച്ചു വിളിച്ചത് അവിടെ അങ്ങ് കഴിയും. പക്ഷെ നമ്മുടെ വീട്ടുകാരെ പറയുമ്പോൾ നമുക്കത് ഒട്ടും എക്സ്പെക്ട് എന്ന് വെച്ചാൽ എന്താ പറയുക, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ആരും വീട്ടുകാരും പറഞ്ഞോട്ടുള്ള കമൻസ് ദയവ് ചെയ്ത്, കാരണം ഞങ്ങൾ മാന്യമായിട്ടുള്ള വീഡിയോസ് മാത്രമാണ് ചെയ്യുന്നത്, ഇനി അങ്ങോട്ടും അങ്ങനത്തെ വീഡിയോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ആരും അതിന് നിൽക്കരുത് പ്ലീസ്. നല്ല നല്ല കമൻസ് ഇടുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിങ് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്, ബൈ.